ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് കേക്കാണ്. വളരെ സിമ്പിളായിട്ട് വീട്ടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതിൽ നമ്മൾ പാലോ മുട്ടയോ ഒന്നും ചേർക്കാതെ പച്ചവെള്ളം യൂസ് ചെയ്തിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്, നമുക്ക് അത്ര വലിയ ടൈമൊന്നും എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു സ്ട്രെയിനർ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 1.25 കപ്പ് മൈദയും ഒരു 1/4 കപ്പ് കൊക്കോ പൗഡറും ഒപ്പം തന്നെ നമ്മൾ അതിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് ചെറിയൊരു ടീസ്പൂണിൽ. അതുപോലെ തന്നെ നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ, മധുരം ബാലൻസ് ചെയ്യേണ്ടത്. ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 3-4 തവണ മിക്സ് ചെയ്യണം. അങ്ങോട്ട് അത് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ഒരു സൈഡിലേക്ക് എന്താ പറയുക ഇതാക്കാൻ പാടുള്ളൂ, സൈഡിലേക്ക് തന്നെ ഇതാക്കണം, അങ്ങനെയുള്ളൊരു ഇതൊന്നുമില്ല. നമുക്ക് ഇഷ്ടംപോലെ അതൊന്ന് അരിച്ചെടുക്കുക. അത് നല്ല രീതിയിൽ അരിച്ചെടുത്തിട്ടുണ്ട്. ഒരു കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ കേട്ടോ. അപ്പോൾ ഈ പഞ്ചസാര പൊടിച്ച് വെച്ചത് നമ്മൾ ഇതേപോലെ തന്നെ ആ അരിച്ചു വെച്ച പൊടിയിൽ ഒരു സ്ട്രെയിനർ വീണ്ടും വെച്ച് ആ പഞ്ചസാരയിൽ തരിയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഒന്നും കൂടെ ഈ പഞ്ചസാര അതിലേക്ക് ഒന്ന് പൊടിച്ച് ചേർക്കണം. ഇപ്പോൾ നമ്മൾ പഞ്ചസാരയും അതിലേക്ക് പൊടിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. ആ 1 കപ്പ് പഞ്ചസാരയും ഈ പൗഡറും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ഒരു സൈഡിലേക്ക് മാത്രമാണ് ഇളക്കാൻ പാടുള്ളൂ, തിരിച്ചിളക്കാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ അത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. പിന്നെ നമ്മളിതിൽ 3 കുഴികൾ വെച്ച് കൊടുക്കുന്നത്. 3 കുഴികൾ വെച്ച് കൊടുക്കുന്നത് വേറെ ഒന്നുമല്ല, നമുക്കത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു ഇതിൽ നമ്മൾ 1/4 കപ്പ് ഓയിലാണ് ഒഴിക്കുന്നത്, സൺഫ്ലവർ ഓയിൽ. പിന്നെ ഒരെണ്ണത്തിൽ വാനില എസൻസ് 1 ടീസ്പൂൺ, ഒപ്പം തന്നെ 1 ടീസ്പൂൺ വിനാഗിരി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ പച്ചവെള്ളമാണ് ഇതിൽ ഒഴിക്കുന്നത്. നമ്മളൊരു കപ്പ് പച്ചവെള്ളം എടുത്തിട്ട് അതിലൊരു 1/4 കപ്പ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ അതിൽ 1/2 കപ്പിലും കൂടുതലായിട്ട് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വന്നപ്പോൾ ഒരു കുറച്ച് കട്ടി തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലൊരു കുറച്ചും കൂടെ ഒഴിച്ചു. അപ്പോൾ ടോട്ടലി ഞാനൊരു 1/4 കപ്പ് വെള്ളം പച്ചവെള്ളമാണ് ഇതിൽ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബാക്കി കുറച്ച് വെള്ളം ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം കൂടിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ ഇതായി ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ബാറ്റർ കിട്ടണം. നേരത്തെ തന്നെ നമ്മൾ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ബേക്കിംഗ് ട്രേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ 10 മിനിറ്റ് മുമ്പേ നമ്മളൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പാത്രം കേട്ടോ. പ്രീ ഹീറ്റ് ചെയ്ത് നമ്മൾ വെക്കണം കേട്ടോ. അതിനുശേഷം ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ചോക്കോ ചിപ്സ് കുറച്ച് ഇട്ടു. അപ്പോൾ മോള് പറഞ്ഞു കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും അമ്മ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്നാൽ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ചോക്കോ ചിപ്സ് ഒക്കെ ഇട്ടു. ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്ത് ഞാനിത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതിൽ ഒരു 35 മിനിറ്റ് ആയപ്പോൾ നമ്മുടെ കേക്ക് വന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പം നോക്കുക, നമുക്ക് മനസ്സിലാവും അത്. ഇത് എന്താ പറയുക ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ നമ്മളൊരു കത്തി വെച്ച് സൈഡൊക്കെ ഒന്ന് വെടിയിപ്പിച്ചിട്ട് നമ്മളതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കേക്ക് കണ്ടാൽ തന്നെ അറിയാം, ചെറുതായി മുകളിലൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ടെങ്കിലും നല്ല സോഫ്റ്റ് ആയിരുന്നു. ഒപ്പം തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പിൽ മേലെ 1.25 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, പൊടിച്ചത്. ഇപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കേക്ക്? അടിപൊളിയല്ലേ? അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത്